കൊല്ലം തിരുമുല്ലവാരത്തെ ബലിതർപ്പണ കേന്ദ്രത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധിച്ച ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾക്കും ഹിന്ദു ഐക്യവേദി BJP പ്രവർത്തകർക്കുമെതിരെ പോലീസ് കേസെടുത്തു. ദേവസ്വം ബോർഡിന്റെ ആസൂത്രിത നീക്കത്തിൽ പ്രതിഷേധം ശക്തമാകുകയാണ്. ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് ഇന്ന് BJP പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കർക്കിടകവാവിന് ബലിയിടാൻ തിരുമുല്ലവാരത്തെത്തിയ ഭക്തർക്കുണ്ടായ ദുരനുഭവം ജനം TV റിപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നാലെ പ്രതിഷേധം ശക്തമായപ്പോഴാണ് ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾക്കും ഹിന്ദു ഐക്യവേദി BJP പ്രവർത്തകർക്കുമെതിരെയുള്ള പ്രതികാര നടപടി. ഭക്തജനങ്ങൾ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ വീഴ്ച ചൂണ്ടിക്കാണിച്ചിരുന്നു. ഗുരുതര അനാസ്ഥയിൽ നടപടി ആവശ്യപ്പെട്ട് BJP കൊല്ലം മണ്ഡലം കമ്മിറ്റി ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പോലീസ് ബാരിക്കേഡ് നിരത്തി പ്രവർത്തകരെ തടഞ്ഞു. കൊല്ലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആനന്ദവലീശ്വരം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. BJP കൊല്ലം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് S. പ്രശാന്ത് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ബലിതർപ്പണം ബോധപൂർവം അട്ടിമറിക്കുവാനുള്ള ശ്രമമാണ് നടന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മണിക്കൂറുകൾ ക്യൂ നിന്നിട്ട് പോലും തന്റെ മരിച്ചുപോയ അച്ഛനും അമ്മയ്ക്കുമൊക്കെ ആ പിതൃതർപ്പണം നടത്താൻ സാധിക്കാതെ കരഞ്ഞുകൊണ്ട് തിരിച്ചു പോയിട്ടുള്ള വിശ്വാസി സമൂഹം, സ്ത്രീകൾ അടക്കമുള്ളവർ. ദേവസ്വം ബോർഡ് എന്നുള്ള നിലയിൽ പ്രാഥമിക സൗകര്യങ്ങൾ ചെയ്യുന്നതിന് അമ്പെ പരാജയപ്പെട്ട ദേവസ്വം ബോർഡ് ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്ന ആ പ്രദേശത്ത് 3 പന്തലിട്ടുകൊണ്ട് 100 പേരെ മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്ന 3 പന്തൽ മാത്രം ഇട്ടുകൊണ്ട് ഇത് ബോധപൂർവം അട്ടിമറിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ആസൂത്രിതമായ പരിശ്രമമാണ് ദേവസ്വം ബോർഡും CPM അടക്കമുള്ള അനുകൂല ജീവനക്കാരുടെ സംഘടനകൾ ചെയ്തിട്ടുള്ളത്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കൃത്യമായ നടപടി ഉണ്ടാകണമെന്ന് BJP നേതാക്കൾ അറിയിച്ചു. അതേസമയം പ്രവർത്തകരെയും ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളെയും കേസിൽ കുടുക്കിയതിനെതിരെ ഹിന്ദു ഐക്യവേദിയും രംഗത്ത് വന്നു. ദേവസ്വം ബോർഡിന്റെ ഗുരുതര വീഴ്ച മറച്ചുവെക്കുവാനുള്ള ആസൂത്രിത ശ്രമമാണ് നടക്കുന്നതെന്ന് ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി RT ശ്യാംകുമാർ അറിയിച്ചു. ജനം, കൊല്ലം.